ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കുറേ കാര്യങ്ങളെ പറ്റി റിസർച്ച് ചെയ്യാനുണ്ട്. അതെല്ലാം ചെയ്ത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇപ്പോൾ രാവിലെ കുറച്ച് തിരക്കായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ വീക്കെൻഡ് അല്ലേ, നമുക്ക് വീട്ടിലെ പല കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ടാണ് അതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പം ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുക. പക്ഷെങ്കിൽ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യമാണ്. അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ അനുബന്ധമാക്കിയായിരിക്കും, അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ചലിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് എൻ്റെ വ്യൂ, അതായത് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ ഒരു നിഗമനവുമാണ് അതിൽ ഷെയർ ചെയ്യുന്നത്. ഒരു പക്ഷേ തെറ്റാകാം, ശരിയാകാം. എന്തായാലും നിങ്ങളുടെ എന്താ പറയുന്നത്, പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും ഉപകാരപ്പെടാതെ വരില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ എപ്പോഴും ഇതൊന്നും പറയാറില്ല. എങ്കിലും ഞാൻ ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നത് മാത്രമേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് വീക്കിലനുസരിച്ച് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൂവ്, ഇന്നലെ മാർക്കറ്റിൽ നടന്നൊരു മൂവില്ലേ, ആ മൂവ് അതിൻ്റെ അടിസ്ഥാനം എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് എൻ്റെ ഒരു ലോജിക്കിൽ, അങ്ങനെ സത്യമാവണമെന്നൊന്നുമില്ല, പക്ഷേങ്കിൽ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ഉള്ള ഒരു അനാലിസിസാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്നത്. അപ്പോൾ ആ ഡേറ്റ വെച്ചിട്ട് ജസ്റ്റ് ഒരു അനാലിസിസ്, അതിന് ശേഷം നമുക്ക് വീക്കിൽ അനാലിസിലോട്ട് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നിങ്ങൾക്ക് ആ ഡേറ്റയും വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം അത് ശരിയാണ് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പഠനമായിരിക്കും നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം ഞാൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ആഴ്ച മാർക്കറ്റ് എങ്ങനെ പോകും എന്നുള്ളതിനെ പറ്റി കൂടെ നമുക്ക് ചിന്തിക്കാം. അതിനുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വിശകലനം ചെയ്യാം. ഓക്കെ 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 അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ രാവിലെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു അല്ലേ. ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തു. ഓൾമോസ്റ്റ് ഒരു ഫ്ലാറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒറ്റയടിക്ക് മാർക്കറ്റ് 100 പോയിന്റ് ഒറ്റയടിക്ക് ഒരു പോക്ക് പോയി. 100 പോയിന്റ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യം മുതൽ. ഓക്കെ, 100 പോയിന്റ് മാർക്കറ്റ് ഒറ്റ സ്ട്രെച്ചിന് മുകളിലോട്ട് പോയി. എല്ലാവരും പ്രതീക്ഷിച്ചു. ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഗ്യാപ്പ് അപ്പിലല്ല, 100 പോയിന്റ്, ഇവിടുന്ന് 100 പോയിന്റ് ആണ് കറക്റ്റ്. നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 840 to 945 ഇതാണ് ആ ലെവൽ. ഓക്കെ, 100 പോയിന്റ് മാർക്കറ്റ് ഒറ്റയടിക്ക് സ്ട്രെച്ച് ചെയ്തു. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിചാരിച്ചു എന്താണ് സംഭവിക്കുന്നത്, മാർക്കറ്റ് ഇവിടുന്ന് പറക്കാൻ പോവാണ്, എല്ലാം സെറ്റാണ്, ഇന്നലത്തെ ലോസ് എല്ലാം റിക്കവർ ആകും, 26.015 മാർക്കറ്റ് എത്തും എന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ടായി. ശരിയല്ലേ പറഞ്ഞേ? ഒറ്റയടിക്ക് 100 പോയിന്റ്. ശ്രദ്ധിച്ചോണം, 100 പോയിന്റ് കയറിയതിന് ശേഷം അതുപോലെ തന്നെ 100 പോയിന്റ് താഴോട്ടിറങ്ങി നേരെ 100 ഒറ്റ ക്യാൻഡിൽ തന്നെ 100 വീണു. പിന്നെ അവിടുന്ന് 840 817 ഏകദേശം ഒരു 40 പോയിന്റ്, 140 പോയിന്റോളം മാർക്കറ്റ് 940 817, ഒരു 120 പോയിന്റോളം മാർക്കറ്റ് എന്ത് ചെയ്തു, ഒറ്റ സ്ട്രെച്ചിന് തിരിച്ച് താഴെ വന്നു. 15 മിനിറ്റ് കൊണ്ട് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തു. ഇപ്പോഴും നമ്മളിവിടെ പ്രതീക്ഷിച്ചു മാർക്കറ്റ് എന്താണ്, ഇവിടുന്ന് റിജക്ഷൻ വന്നു, മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരിച്ച് കയറും, ഞാനടക്കം തിരിച്ച് കയറും എന്ന പ്രതീക്ഷയാണ് ഉണ്ടാക്കി. ഇതും ഫസ്റ്റ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, പല പ്രാവശ്യം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു, റീറ്റെയിലേഴ്സിനെ പ്രത്യേകിച്ച് തെറ്റിദ്ധരിപ്പിച്ചു. ഇതിൻ്റെ കാരണം സഹിതം ഞാൻ പറയാം, ഇതിൻ്റെ പുറകെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒന്നാമത്തെ കാര്യം, 100 പോയിന്റ് മാർക്കറ്റ് അപ്പ് തന്നു. അപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എന്താണ്, മാർക്കറ്റ് പറക്കാൻ പോവാണ്. ഓക്കെ, അത് പോയി. അതിനുശേഷം 120 പോയിന്റ് നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു അല്ലേ. താഴോട്ട് വന്ന് കൃത്യമായിട്ട് നമ്മൾ 817 വന്ന് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്ത പ്രതീക്ഷ വന്നു, മാർക്കറ്റ് എന്താണ്, ഇവിടുന്ന് വീണ്ടും പറക്കാൻ പോവാണ്. സപ്പോർട്ട് എടുത്തു, കൺസോളിഡേറ്റ് ചെയ്ത് സപ്പോർട്ട് എടുത്തു, മാർക്കറ്റ് ഇവിടുന്ന് ഒരു റിക്കവറി ചെയ്യാൻ പോവാണ് എന്ന് രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, മാർക്കറ്റ് ഇവിടുന്ന് നമ്മൾ വിചാരിച്ച പോലെ തന്നെ വളരെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്നോ അല്ലെ ബുള്ളിഷ്
ക്യാൻഡിൽ വന്നിട്ട് വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് 817 903 വരെ ഏകദേശം 80 പോയിന്റ് പിന്നെ ഇവിടുന്ന് മേലോട്ട് റാലി ചെയ്തു ഇല്ലേ. എപ്പോഴും അപ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്ക് വെളിച്ചം കൂടി ഇല്ലേ, ആക്കം കൂടി. മാർക്കറ്റ് ഇവിടുന്ന് റിക്കവറിയാണ് വന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ശാന്തമായി മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ വീണ്ടും 80 പോയിന്റ് കയറി അവിടെ നമ്മൾ ആശ്വസിച്ചു. മൂന്നാമത്തെ പറ്റിയിട്ട് അവിടെയും കഴിഞ്ഞു. നാലാമത് കൃത്യമായിട്ട് 903 വന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് മാർക്കറ്റ് നേരെ താഴോട്ട്. ഓക്കെ, ഇപ്പോഴും നമുക്ക് പ്രതീക്ഷയാണ്. ഇവിടെയാണ് നമുക്ക് റീറ്റെയിലേഴ്സിന് ഏറ്റവും പറ്റുന്നത് എവിടെയാണ്. ഇപ്പോൾ എന്താണ് പ്രതീക്ഷ? ഞാൻ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതീക്ഷയെപ്പറ്റി പല പ്രാവശ്യം ഞാൻ വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. അപ്പം വീണ്ടും പ്രതീക്ഷയാണ്. മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടെ വന്നു, തട്ടിക്കളിച്ചു, ആടിക്കളിച്ചു, വീണ്ടും മാർക്കറ്റ് തിരിച്ച് കയറാൻ ശ്രമിക്കുന്നു. അപ്പോഴും ഇവിടെ പ്രതീക്ഷ, നാലാമത്തെ പ്രതീക്ഷ ഇല്ലേ. പ്രതീക്ഷ നമ്പർ 1, പ്രതീക്ഷ നമ്പർ 2, പ്രതീക്ഷ നമ്പർ 3, പ്രതീക്ഷ നമ്പർ 4 ഇവിടെ വന്ന് വീണ്ടും റിക്കവറി ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഇതൊരു റീടെസ്റ്റ് ആയിട്ട് വന്നിട്ട് മാർക്കറ്റ് പിന്നെ ഒരു 1 way ഫോളാണ് കിട്ടിയത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിനെ സത്യം പറയാൻ ഞാനും വിചാരിച്ചത് മാർക്കറ്റ് ഇവിടുന്ന് 903 കടന്ന് മുകളിലോട്ട് കയറും എന്നാണ് ഞാനും വിചാരിച്ചത്. പക്ഷെങ്കിൽ നടന്നില്ല, മാർക്കറ്റ് നേരെ താഴോട്ട് പോയി. അപ്പം നമ്മൾ ഓൾറെഡി സംസാരിച്ചായിരുന്നു മാർക്കറ്റ് ഏത് ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത്, 903 ബ്രേക്ക് ചെയ്യുമോ അതോ 817 ബ്രേക്ക് ചെയ്യുമോ. ഈ രണ്ട് ലെവൽ എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് ആ വഴിക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്നാണ് നമ്മൾ തലേ ദിവസത്തെ വീഡിയോയിൽ സംസാരിച്ചത് ഇല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഈ 817 ബ്രേക്ക് ചെയ്ത് താഴെ പോയപ്പോൾ ട്രേഡ് എടുത്തവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെ പ്രൈസ് ആക്ഷൻ പ്രകാരം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ വാദങ്ങളൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് നിന്ന് വഴിക്കാൻ വേണ്ടി ഇതാൾ പറയല് സുനിൽ ചെറിയാൻ എങ്ങനെയായാലും 4 കാലം നിൽക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ വാദം എനിക്ക് സമർത്ഥിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു എന്ന് എനിക്ക് വേണമെങ്കിൽ വാദം പറയാൻ പറ്റും. പക്ഷേ ഞാൻ ആ വാദം ഉന്നയിക്കുന്നില്ല. കാരണം എന്താണ്, വാദം വേണമെങ്കിൽ പറയാം. ഇവിടെ നോക്കി എനിക്ക് വാദങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം വിട്ടേരെ. ഇത് മാർക്കറ്റ് കയറിയില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ന്യായം ബുക്ക് ചെയ്തില്ല, തിരിച്ചു വന്ന് ഇറങ്ങിയപ്പം ഇവിടെ വന്നില്ലേ, ഇത് ബുക്ക് ചെയ്യില്ല എന്നൊക്കെ പറയാം. മാർക്കറ്റ് ഇവിടം വരെ കയറിയില്ലേ, റീടെസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ചിറങ്ങിയിരുന്നില്ല എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ സമർത്ഥിച്ച് എനിക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ അതൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. അതൊന്നും അല്ല എൻ്റെ വിഷയം, അതൊന്നുമല്ല. നമ്മൾക്ക് ഈ സംഭവം, ഈ ട്രാപ്പ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ മുന്നിലുള്ള ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി എന്നുള്ള കാര്യമാണ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞു, മാർക്കറ്റ് താഴെ വന്നു. അത് നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഡേറ്റയിലോട്ടൊന്ന് വരാം. ആ ഡേറ്റ എന്ത് എന്നുള്ളത് എടുക്കാം. ഓക്കെ, ഇത് നിങ്ങൾ കാണുന്നത് കഴിഞ്ഞ 3 ദിവസത്തെ ഫ്യൂച്ചർ ഇൻഡെക്സ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര പേര് കണ്ടിട്ടൊന്നും എനിക്കറിയത്തില്ല. കാണാത്തവരാണെങ്കിൽ കാണുക. ഞാൻ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ കാണാത്തവർ കാണുക, അല്ലെ അവസാനം ഞാൻ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പം കഴിഞ്ഞ 3 ദിവസത്തെ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി ഈ 3 ദിവസത്തെ ഫ്യൂച്ചർ ഇൻഡെക്സ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും റീറ്റെയിലേഴ്സിൻ്റെയും പ്രോയുടെയും എല്ലാം ഒരു ചാർട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അവർ ഓരോ ദിവസവും അവർ ഇൻഡെക്സിൽ ഫ്യൂച്ചർ ഇൻഡെക്സിനകത്തിൽ എടുക്കുന്ന പൊസിഷനാണ് ഈ കാണുന്നത് അല്ലേ. 7-ാം തീയതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും റീറ്റെയിലേഴ്സ് 72% ലോങ് ആണ്. അതായത് അവർ ബുള്ളിഷ് സെറ്റപ്പാണ്. DIIസും 68% ലോങ് ആണ്. FIIs 90% ഷോർട്ടാണ്, ഷോർട്ട് സൈഡാണ്. ഓക്കെ, അപ്പോൾ തന്നെ പ്രോയും 60% ഷോർട്ട് സൈഡാണ്. ഓക്കെ, റീറ്റെയിലേഴ്സിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവരുടെ സെൻറ്റിമെൻറ്റ്സ് വളരെ എന്താ പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും മറിയാം എന്നുള്ള സെൻറ്റിമെൻറ്റ്സ് ആണ്. DIIസിന് പിന്നെ പ്രശ്നമില്ല, അവർക്ക് അവരുടെ ഹെഡ്ജിങ് പൊസിഷൻ എന്തെങ്കിലും കാണും. അപ്പോൾ ഇവിടെ പാനിക് സെല്ലിങ് അല്ലെങ്കിൽ പാനിക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും റീറ്റെയിലേഴ്സ് ആയിരിക്കും. എങ്കിലും 72% അവരെന്ത് ചെയ്യണം, അവർ ലോങ് സൈഡിലാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ളതാണ്. അതേസമയം 90% ഷോർട്ട് സൈഡാണ്. പ്രോ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ബ്രോക്കർമാർ, ആ ടീംസിനാണ് പ്രോ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം അവരും എന്താണ്, ഷോർട്ട് സൈഡിലാണ് കൂടുതൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വരാനുള്ള അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം 8-ാം തീയതി മാർക്കറ്റ് എന്ത് ചെയ്തു, താഴോട്ട് തന്നെയാണ് വന്നത്. ഇനി 8-ാം തീയതി നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീറ്റെയിലേഴ്സ് ബുള്ളിഷ് പൊസിഷനിൽ നിന്ന് അവർ മാറിയിട്ടില്ല. 72% അങ്ങനെ തന്നെ നിലനിർത്തുന്നു ഇല്ലേ. 2% മാത്രമാണ്
DAS കുറച്ചേക്കുന്നത്. അവർ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി കാണാം. ഇന്നത്തെ ഈ 8-ാമത്തെ ഫോളിനകത്തിൽ അവർ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി കാണാം. ഓക്കെ, അതുകൊണ്ടാണ് 2% കുറഞ്ഞത്. 91% ഷോർട്ട് സൈഡ് 1% എന്ത് ചെയ്തു, FIS കൂട്ടി. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ 60% ഷോർട്ട് ഉണ്ടായിരുന്ന പ്രോ അതായത് ബ്രോക്കർ ടീംസ്, പ്രോ ട്രേഡേഴ്സ്, അവരുടെ ഷോർട്ട് 15% കുറച്ച് 45%-ലേക്ക് ആക്കി. അവരുടെ ബുള്ളിഷ് പൊസിഷൻ 45-ൽ നിന്ന് 55-ലോട്ട് കൂടി. 15% ബുള്ളിഷ് പൊസിഷൻ എന്ത് ചെയ്തു, അവർ ഇൻക്രീസ് ചെയ്തു. മനസ്സിലായി പറഞ്ഞ്, ഇന്നലത്തെ 7-ാം തീയതിയേക്കാളും 8-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പം മാർക്കറ്റ് താഴോട്ടാണ് പോയെങ്കിലും ഇവരെന്ത് ചെയ്തു, 15% ലോങ് സൈഡിലോട്ട്. അവരുടെ ഫ്യൂച്ചർ ഇൻഡെക്സിൽ അവർ ലോങ് പൊസിഷനായിരുന്നു, ബൈ പൊസിഷനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 15% അവർ കൂട്ടി. ബാക്കി എല്ലാവരെല്ലാം ഓൾമോസ്റ്റ് റീറ്റെയിലേഴ്സ് അതുപോലെ തന്നെ നിൽക്കുന്നു. 1% മാത്രമേ FIS കൂടിയുള്ളൂ. അപ്പോൾ 15% പ്രോ ഇവിടെ കൂട്ടിയപ്പം ഒരു മാർക്കറ്റിലൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എന്താണ്, മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്നൊരു സെൻറ്റിമെൻറ്റ്സ് ഓൾറെഡി വർക്കൗട്ട്. ഇവിടെയാണ് നമുക്ക് പണി തന്നത്. മനസ്സിലായോ? ഇനിയും അപ്പം ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഈ 9-ാമത്തെ ഡേറ്റ വരുന്നത്. ഈ ഡേറ്റ വരുന്നത് ഇന്നലെ വൈകുന്നേരം വരുന്നത്. പക്ഷെ ഇന്നലെ രാവിലെയാണ് മാർക്കറ്റ് പൊട്ടിയത്. ഇനി ഇവിടെ എന്താ സംഭവിച്ചത് എന്നിട്ട് നോക്കിക്കേ. ഈ ഇന്നലത്തെ മാർക്കറ്റ് പൊട്ടിയിട്ടും ഈ 55 എന്നുള്ളത് 59 വീണ്ടും 4% അവർ കൂട്ടി. ഇവിടെ 70 റീറ്റെയിലേഴ്സ് 72 എന്നുള്ളത് 73, 1% ഇവിടെ റീറ്റെയിലേഴ്സ് കൂട്ടി. FIS 68, 1% മാത്രമേ അവർ കുറച്ചിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇവിടെ 4% വീണ്ടും ഒരു കൂട്ടി. അപ്പം ഇവിടെ 15-ഉം 4-ഉം 19% 2 ദിവസം കൊണ്ട് ലോങ് സൈഡിലേക്ക് ആര് പോയി, പ്രോ ട്രേഡേഴ്സ് പോയി. ഇതെന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് നമ്മൾ ചാർട്ടോടെ വെച്ചിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് നോക്കാം. 15% ഇന്നലത്തെ കഥ നമുക്ക് പറയണ്ടേ. ഇന്നലെ വൈകുന്നേരം വന്ന റിസൾട്ട് ഡേറ്റയാണ് ഇത്. ഇതവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ഇവനെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം 100 പോയിന്റ് ഒറ്റയടിക്ക് പോയി. ഈ 100 പോയിന്റ് ഒറ്റയടിക്ക് പോയതായിരുന്നു പ്രോയുടെ ഇന്നലത്തെ ബെനിഫിറ്റ്. ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലായോ? പ്രോയുടെ ഇന്നലത്തെ ബെനിഫിറ്റ് അവർ 15% കൂട്ടി എന്ന് പറഞ്ഞില്ല തലേ ദിവസം. ആ 15% 100 പോയിന്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ലക്ഷക്കണക്കിന് പൊസിഷനാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. 10,000-കണക്കിന് പൊസിഷനാണ് പ്രോയുടെ കയ്യിലിരിക്കുന്നത്. 100% 5 മിനിറ്റ് കൊണ്ട് 100 പോയിന്റ് മാർക്കറ്റ് കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹ്യൂജ് പ്രോഫിറ്റ്. 5 മിനിറ്റ് കൊണ്ട്. അവർ 5 മിനിറ്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോങ് പൊസിഷൻ 15% പൊസിഷൻ ഇല്ലേ, ആ 15% പൊസിഷൻ അവർ എന്ത് ചെയ്തു, അതിൽ കുറച്ചെങ്കിലും അവരിവിടെ കണ്ടമാനിവിടെ ബുക്ക് ചെയ്തതാണ്. ആ ബുക്കിങ്ങിൻ്റെ തിക്തഫലമാണ് ഈ ഒറ്റയടിക്ക് മാർക്കറ്റ് തിരിച്ച് താഴോട്ടിറങ്ങി വന്നത്. മനസ്സിലായി പറഞ്ഞേ? ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ക്രിയേറ്റ് ചെയ്ത് കാണും. ഇത് ഇന്നലെ പല പ്രാവശ്യം ബൈയും സെല്ലും നടക്കുമല്ലോ ഒരു ദിവസം. ഇതിൻ്റെ ആകെ തുകയാണ് അവസാനം വൈകുന്നേരം നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്, ഡേറ്റ് ആയിട്ട് കിട്ടുന്നത്. അവർ വീണ്ടും ഇവിടെ വന്നപ്പോൾ വീണ്ടും പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് കാണും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഹ്യൂജ് സെൽ ഓഫ് കൊടുത്തതെല്ലാം ഈ വാങ്ങിച്ചതെല്ലാം വിറ്റ് കാണും. 5-10% അവർ വിറ്റ് കാണും. വിറ്റ് മാർക്കറ്റ് നേരെ താഴോട്ടിറങ്ങി. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ FIS അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടുണ്ട്, അവരും ഷോർട്ടാണ് ഇല്ലേ. മാർക്കറ്റ് നേരെ താഴോട്ടിറങ്ങി വന്നതിന് ശേഷം ഈ ഏരിയയിലെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു, വീണ്ടും 25,687 എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഈ ഏരിയ വന്നപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, അവരുടെ പൊസിഷൻ എന്ത് ചെയ്തു, പതുക്കെ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അത് കുറച്ച് ബിൽഡ് ചെയ്യത്തുള്ളൂ. കുറച്ച് അവർ ബിൽഡ് ചെയ്ത് പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് വലുതായിട്ട് താഴോട്ട് പോയില്ല ഇല്ലേ. മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ പഴയ പടിയേക്കാളും 4% കൂടെ അവർ മാർക്കറ്റ് സംഭവം കൂട്ടി. 1% FIS കൂട്ടി. FIS എന്ന് പറഞ്ഞാൽ ഹ്യൂജ് പൊസിഷൻ ആയിരിക്കും. അത്രയും പൊസിഷൻ വരത്തില്ല ആർക്ക്, പ്രോയ്ക്ക് വരത്തില്ല. എങ്കിലും അവർ ലോങ് സൈഡിലോട്ട് പിന്നെയും വീണ്ടും ലോങ് സൈഡിലോട്ട് വന്നു. 4% വീണ്ടും അവർ കൂട്ടി ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പം മാർക്കറ്റ് ഞാൻ ഈ സെൽ ഓഫ് വരാനുള്ള എൻ്റെ മനസ്സിലുണ്ടായ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത്. ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിൽ നിങ്ങളതിനെ ട്രേഡിനകത്ത് ഉപകാരപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി മാർക്കറ്റിൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാനിപ്പോൾ മുമ്പ് ഇതിനകത്ത് കാണിച്ച പോലെ തന്നെ ഇപ്പം ഇന്നലത്തെ ലേറ്റസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്നലത്തെ ലേറ്റസ്റ്റ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് 73% റീറ്റെയിലേഴ്സ് വീണ്ടും എന്ത് ചെയ്തു, അതേ പൊസിഷനിൽ തന്നെ വന്നു. ഇതിനിടയ്ക്കൊക്കെ വിൽപ്പനയും വാങ്ങലൊക്കെ നടന്നതാണ്. ലേറ്റസ്റ്റ് ആകെ തുകയാണ് നമ്മുടെ ഒരു മാർക്കറ്റിൽ ഒരു ദിവസം നടന്നതിൻ്റെ ആകെ തുകയാണ് ഈ ഡേറ്റ കാണിക്കുന്നത്. ഓക്കെ, 73% ഇപ്പോഴും അവർ ലോങ് സൈഡിലാണ്. ആര്? റീറ്റെയിലേഴ്സ്. DIS 67%. ഇവർ 1% കൂട്ടി. ഇവിടുന്ന് ഒന്ന് കൂട്ടി, ഇവിടുന്ന് ഒന്ന് ഇവിടെ കൂട്ടി, 22 ആക്കി. ഇവർ 55 നിന്ന് 59 ആക്കി. ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഇതിൻ്റെ കഥ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയിപ്പം ഇതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കേണ്ട കാര്യം ഇല്ല. ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ, ഇനിയിപ്പം നാളെ മാർക്കറ്റിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ നാളെ മാർക്കറ്റിൽ നാളത്തെ കാര്യം പറയാൻ പോകുന്നതിന് മുന്നേ നമുക്കിനി ഗ്ലോബൽ ന്യൂസിലോട്ട് വരാം. ഗ്ലോബൽ ന്യൂസിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ തമ്പനയിൽ പറഞ്ഞ പോലെ തന്നെ ലോകം ഭയങ്കര കലുഷിതമാണ്, അല്ലേ? ലോകത്തിൻ്റെ പോക്ക് തന്നെ വളരെ ഒരു മോശമായ രീതിയിലാണ്. രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും അവിടുന്ന് ഓയിൽ മോഷ്ടിക്കാനും പല രീതിയിലും ഉള്ള ഒരു അൺസർട്ടനിറ്റിയാണ് ഗ്ലോബലി ടോട്ടൽ നമ്മൾ കാണുന്നത്, അല്ലേ? ടോട്ടലി നമ്മൾ കാണും. അപ്പോൾ ഇതിനകത്ത് മാർക്കറ്റ് ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് ഇന്നലെ രാത്രിയിലെ US സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് വരും എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിച്ച് ട്രംപിനെതിരെ ആയിരിക്കും ആ ന്യൂസ് വരുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, ഇല്ലേ? പക്ഷേങ്കിൽ ഇന്നലെ അത് മാറ്റിവെച്ച് ജനുവരി 16 അത് മാറ്റിവെച്ചു. ജനുവരി 16 അതിൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് അല്ലെങ്കിൽ ഫൈനൽ ഒരു വിധി പുറപ്പെടുവിക്കുമെന്ന് ഇന്നലെ രാത്രിയിൽ ന്യൂസ് വന്നു. അപ്പോൾ അതുകൊണ്ട് ആ അൺസർട്ടനിറ്റി കഴിഞ്ഞു, ഇല്ലേ? അപ്പം മിക്കവാറും ഈ ന്യൂസ് വളരെ നെഗറ്റീവാണ് ആർക്ക്? ട്രംപിനെന്നാണ് ടോട്ടലി അനലിസ്റ്റുകളെല്ലാം പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നെങ്കിൽ ട്രംപ് ഓൾറെഡി പറഞ്ഞു, ട്രംപിൻ്റെ ടീംസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സപ്പോസ് അങ്ങനെ എതിരെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ ഒരു പ്ലാൻ ബി കാണും. ഓക്കെ, അവരപ്പം തന്നെ അടുത്ത പ്ലാൻ ബി വർക്കൗട്ട് ചെയ്യും. ഇതിനെ കടത്തി വെട്ടാനുള്ള ഈ വന്ന വിധിയെ കടത്തി വെട്ടാൻ ഉള്ള, അല്ലെ ട്രംപിനെതിരെ വന്ന വിധിയെ കടത്തി വെട്ടാനുള്ള മാസ്റ്റർ പ്ലാൻ അവരുടെ കയ്യിലുണ്ട്. അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ അതിനെ അവർ ടാക്കിൾ ചെയ്യാനുള്ള സെറ്റപ്പ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം അതെന്തോന്നായാലും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. ഇപ്പോൾ അത് നടക്കുന്നില്ലല്ലോ. അതിപ്പം നമ്മളിനിയിപ്പം ഇല്ലാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നോക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്വേലിയൻ ഓയിലിനാണ്. ഓക്കെ, വെനസ്വേലയിൽ നിന്ന് അവർക്ക് US സാങ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് പണ്ട് നേരത്തെ ഓയിൽ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടുന്ന് നമ്മൾ ഓയിൽ വാങ്ങിക്കുന്നില്ല. അപ്പം US വെനസ്വേല പിടിച്ചടക്കിയതിന് ശേഷം അവിടുത്തെ എണ്ണ വിൽക്കാനുള്ള പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യക്കും അവിടുന്ന് വാങ്ങിക്കാം എന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ വെനസ്വേലിയൻ ഓയിലിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ വെനസ്വേലിയൻ ഓയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സാധാരണ എല്ലായിടത്തു നിന്നും കിട്ടുന്ന, ഇപ്പം റഷ്യയിൽ നിന്ന് കിട്ടുന്ന ഓയിലോ, റഷ്യയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ സൗദിയിൽ നിന്നോ ഇറാഖിൽ നിന്നോ കിട്ടുന്ന ക്രൂഡ് മാതിരി ഉള്ള ക്രൂഡല്ല ഈ സാധനം. ഓക്കെ, ഈ ക്രൂഡിന് ഭയങ്കര ഡെൻസിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അതിന് വിസ്കോസിറ്റിയും വളരെ കൂടുതൽ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുമ്പം നമ്മളിപ്പം പച്ചവെള്ളം ഒരു ഗ്ലാസ്സിനകത്ത് നിന്ന് പച്ചവെള്ളം എടുത്തിട്ട് തറയിലോട്ട് ഒഴിക്കുമ്പം ആ വീഴുന്ന ഫോഴ്സും, പിന്നെ നമ്മൾ ഒരു ഓയിൽ, വെളിച്ചെണ്ണ അല്ലെ, നമ്മൾ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലില്ലേ, ആ ഓയിലെടുത്ത് തറയിലോട്ട് ഒഴിക്കുകയാണെങ്കിലും ഇത് വരുന്ന സ്പീഡുണ്ടല്ലോ. ഞാൻ ഈ വിസ്കോസിറ്റി അറിയാൻ മേത്തവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുവാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളം കൂടുതൽ എനിക്ക് പറയാൻ എനിക്കറിയത്തില്ല. അതായത് പച്ചവെള്ളം താഴോട്ട് ഒഴിക്കുമ്പോൾ വരുന്ന സ്പീഡും എണ്ണ താഴോട്ട് ഒഴിക്കുമ്പോൾ, അല്ലെ എണ്ണ അല്ലെ തേൻ, ഇവ താഴോട്ട് ഒഴിക്കുമ്പോൾ വരുന്ന സ്പീഡും തമ്മിൽ വ്യത്യാസമുണ്ട്, ഇല്ലേ? ശരിയല്ലേ? എൻ്റെ ഫ്ലോയ്ക്ക് വ്യത്യാസമുണ്ട്, ഇല്ലേ? വളരെ പതുക്കെ മാത്രമേ തേൻ ഒഴിച്ചാലും ഓയിൽ ഒഴിച്ചാലും വരത്തുള്ളൂ. അതേസമയം വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഷുറെന്നും പറഞ്ഞ് താഴോട്ട് പോരും, ഇല്ലേ? അതാണ് വിസ്കോസിറ്റി. ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അറിയാൻ മേത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. അതുപോലെ അപ്പോൾ ഈ ക്രൂഡിൻ്റെ ഭയങ്കര സാന്ദ്രത, ഡെൻസിറ്റി വളരെ കട്ടി വളരെ കൂടുതലാണ്. അപ്പം ഇത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ ഇത് പ്രോസസ്സ് ചെയ്യുന്ന ഫാക്ടറികളിൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന റിഫൈനറികളിൽ, സാധാരണ ക്രൂഡ് റിഫൈൻ ചെയ്യുന്ന റിഫൈനറികളിൽ വെനസ്വേലിയൻ ക്രൂഡ് റിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ വ്യത്യാസം കൊണ്ട്. അത് മാത്രമല്ല, ഈ വെനസ്വേലിയൻ ക്രൂഡിനകത്തിൽ സൾഫർ വളരെ കൂടുതലാണ്. സൾഫറിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് കൂടുതലും കിട്ടുന്നത് ഡീസലാണ്. ഡീസലും ജെറ്റ് ഫ്യൂവലും ബിറ്റുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്, ഇല്ലേ? റോഡ് എന്നൊക്കെ ഉപയോഗിക്കുന്ന ടാറ്, ഈ വക ഐറ്റങ്ങളാണ് ഇതിനകത്ത് നിന്ന് കൂടുതലും കിട്ടുന്നത്.
അപ്പോൾ അതുകൊണ്ട് താരതമ്യേന ഈ വെനസ്വേലിയൻ ക്രൂഡിന് വില കുറവാണ്. ഈ സാധനം ഇഷ്ടംപോലെ അവിടെ ഉണ്ട് താനും, വില കുറവാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇത് റിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് പ്രത്യേക റിഫൈനറികൾ വേണം താനും. ഇതാണ് ഈ വെനസ്വേലിയൻ ഓയിലിൻ്റെ, ഈ ക്രൂഡിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അടുത്ത ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രോസസ്സ് ചെയ്യാൻ നമ്മളുടെ റിലയൻസിന് സ്പെഷ്യൽ റിഫൈനറി ഉണ്ട്. നമ്മുടെ ഗുജറാത്തിൽ തന്നെ 2 റിഫൈനറികൾ റിലയൻസിനുണ്ട്. ഇത് പിന്നെ റിഫൈൻ ചെയ്യാനുള്ളത്. അതായത് ഒരു ദിവസം 1.4 മില്യൺ ബാരൽ, ഒരു 1.4 മില്യൺ വെച്ചാൽ 14 ലക്ഷം ബാരൽ. ഓക്കെ, 14 ലക്ഷം ബാരൽ ഒരു ദിവസം പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി റിലയൻസിന് ഉണ്ട്. ഈ വെനസ്വേലിയൻ ക്രൂഡ് മാത്രം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? റിലയൻസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിലയൻസിന് ഇതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. റിലയൻസ് യുഎസുമായിട്ട് ടോക്സ് നടത്തുന്നുണ്ട് ഈ ഓയിൽ വാങ്ങിക്കാനുള്ള. അങ്ങനെ ഒരു ഡീല് ഒക്കെയാണ്. ഇവർ റെഡിയാണ്. കാരണം ഈ സാധനം വിറ്റ് കാശ് മേടിക്കണം. എന്തായാലും ഇവർ ഈ സാധനം പിടിച്ചടക്കി. അപ്പോൾ ഇനി അവർ മാക്സിമം വിൽക്കുക എന്നുള്ളത്, വിറ്റ് കാശുണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം, അല്ലേ? അപ്പം അവരപ്പോൾ എന്തായാലും റിലയൻസിനോട് വാങ്ങിക്കാനുള്ള റെസ്ട്രിക്ഷൻ മാറ്റും. അപ്പം ഇവിടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെനസ്വേലിയൻ ഓയിൽ വെച്ചിട്ട് ഇന്ത്യയുടെ നമ്മുടെ ട്രേഡ് ഡീല് നെഗോഷിയേറ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇവർ പറയാൻ, ഓക്കെ, ട്രേഡ് ഡീൽ ഞങ്ങൾ ഇപ്പോൾ ഉടനെ സെറ്റാക്കാം, നിങ്ങൾ ഇവിടുന്ന് മാക്സിമം ഓയിൽ മേടിച്ചോ. അപ്പം റഷ്യയിൽ നിന്നുള്ള ഓയിലിൻ്റെ മേടിയിൽ കുറയും, ഇവിടുന്ന് ഓയിൽ കൂടുതൽ നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും. അങ്ങനൊരു ഡീൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് ഓൾറെഡി ഓൾമോസ്റ്റ് അവരുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഓക്കെ, ഞങ്ങൾ ഇന്ത്യയെ ഓയിൽ വാങ്ങിക്കാൻ സമ്മതിക്കും, വെനസ്വേലിയൻ ഓയിൽ മേടിക്കാൻ സമ്മതിക്കുമെന്ന് ഓൾറെഡി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ നമ്മൾ ചിന്തിക്കുമ്പം, ഇത് ഞാൻ എൻ്റെ ചിന്ത മാത്രമാണ് പറയുന്നത്, തെറ്റായ ശരിയായിരിക്കാം, നിങ്ങൾ വെറുതെ വിവാദം ഉണ്ടാക്കാല്ല, ഞാൻ എൻ്റെ ചിന്ത മാത്രമാണ് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓയിൽ ഇന്ത്യയിൽ മേടിക്കാൻ സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ തുടക്കത്തിന് വഴിവെക്കും. അപ്പം ഇന്ത്യക്ക് 2 ഗുണങ്ങളാണ്. ഒന്ന്, റഷ്യൻ ഓയിൽ കുറയ്ക്കുക എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അത് കുറയ്ക്കാൻ പറ്റും. ഈ ട്രേഡ് ഡീൽ സെറ്റാകും ഇത് ഇവിടുന്ന് വെനസ്വേലിയൻ ഓയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാകും. അപ്പം ചോദ്യം മറുപുറത്തുണ്ട്, അപ്പോൾ റഷ്യയെ നമുക്ക് കൈവിടാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ചോദിക്കും. ഇതിനകത്തിൽ വേറെ പല അന്തർധാരകളും നടക്കുന്നുണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ കറക്റ്റ് കാര്യം നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഏകദേശം മാർക്കറ്റിൻ്റെ ഈ അൺസർട്ടനിറ്റിക്ക്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അൺസർട്ടനിറ്റിക്ക് ഒരു പ്രശ്നം വരും. നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റുകളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ മാർക്കറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം, നിങ്ങൾ മണി കൺട്രോളിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഈ പറയുന്ന ജർമ്മനി ആയാലും UK ആയാലും കാനഡ ആയാലും ഡൗ ജോൺസ് ആയാലും നാസ്ഡാക്ക് ആയാലും എല്ലാം വെരി ബുള്ളിഷാണ് കാണുന്നത്, വെരി ബുള്ളിഷ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ നെഗറ്റീവിൽ നിൽക്കുന്നത്. അപ്പം ഇങ്ങനൊരു സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിഗറിനുള്ള വഴി ഉണ്ട്. ഓക്കെ, അപ്പം നിലവിൽ ഫ്ലാറ്റ് ചെറിയ പോസിറ്റീവാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത മാർക്കറ്റ് അടുത്ത ദിവസങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കറിയത്തില്ല. ഇനിയും അടുത്ത 2 ദിവസമുണ്ട്, നാളെ ഉണ്ട്, എന്താ സംഭവം. ഇറാനിൽ പല പ്രശ്നങ്ങളും നടക്കുന്നു, ഇറാനെ അടിക്കുമെന്ന് പറയുന്നു, നമുക്കതൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് നാളെ ലോകം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നടന്നു പോകുന്ന മനുഷ്യൻ ഉരുണ്ട് വീണ് ചാകുന്ന ലോകമാണ്. അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ സാധ്യതകളെപ്പറ്റി സംസാരിക്കുന്നു. വേറെ പ്രത്യേകിച്ച് സംഭവവികാസങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ മാർക്കറ്റിൽ ഒരു പക്ഷെങ്കിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണും. ഈ പോസിറ്റീവ് മൊമെൻറ്റം കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ പറയുന്ന പിന്നെ ലോങ് പൊസിഷൻ അവരുടെ ഇൻഡെക്സ് പൊസിഷൻ അതിൽ കൂട്ടിയത്. അപ്പോൾ എന്തായാലും ഓരോ സ്റ്റെപ്പ് മുകളിലോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യണം, അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് മാത്രമേ പൊസിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പിന്നെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാനും കൃത്യമായ ലാഭം ബുക്ക് ചെയ്ത് മാറാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റ് ഇനി എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം എങ്ങനെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ വന്ന് കൃത്യമായിട്ട് നമ്മൾ വരച്ച ലെവലുകൾക്കൊന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടുത്തെ റിജക്ഷൻ വന്നു. ലാസ്റ്റ് മൊമെൻറ്റിൽ അവസാനത്തെ മുക്കാൽ മണിക്കൂർ കൊണ്ട് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് മേലോട്ടൊന്ന് റിവേഴ്സ് ചെയ്തു. കൃത്യമായിട്ട് 25,687 നമ്മുടെ ഈ പോയിന്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇത് ഇവിടെ ഈ ലെവലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു സെറ്റപ്പ് നമുക്കിങ്ങനെ ആയി വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇങ്ങനെ പോകാനുള്ളൊരു സാധ്യത മാത്രമാണ് ഞാനീ പറയുന്നത്. 5 മിനിറ്റിൻ്റെ ഈ സംഭവ സെറ്റപ്പിലാണ് ഞാനീ പറയുന്നത്. മാർക്കറ്റ് നാളെ കയറിയാൽ ഇങ്ങനെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വന്നാൽ മാർക്കറ്റ് ഇവിടെ വന്ന് ഇങ്ങനെ സപ്പോർട്ട് എടുത്തിട്ട് ഇങ്ങനെ തിരിച്ച് കയറി പോകാനുള്ളൊരു സാധ്യത നമുക്ക് ഇങ്ങനെ കാണാം. ഇല്ല
649 പൊട്ടി താഴെ പോവുകയാണെങ്കിൽ 649, പിന്നെ ഇന്നലത്തെ ലോ, ഓക്കെ, ഈ ലോ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, അടിവാരത്തിലോട്ട് തന്നെ മാർക്കറ്റ് പോകാനുള്ള സാധ്യതയാണ്. ഇത് പൊട്ടിയാൽ അടിവാരത്തോട്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത്രയുമാണ് പ്രത്യേകിച്ച് നാളത്തെ ലെവൽ. ബാക്കി ലെവലുകളെല്ലാം നമ്മുടെ കയ്യിലിരിപ്പുണ്ട്. ബാക്കി ഇവിടെ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് പോയി നോക്കാം. ഡേയിൽ എന്താണ് സംഭവിച്ചേക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഡേയിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. അതിന് ശേഷം നമുക്ക് ആ ഹെവി വെയിറ്റ് സ്റ്റോക്കിന്റെ കഥകളോട് നമുക്ക് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വീക്കിലി അനാലിസിസിൽ കഴിഞ്ഞ ദിവസം വീക്കിലി അനാലിസിസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞത് 2 ഡോജി വന്നിട്ടുണ്ട്. അപ്പോൾ ഡോജി ഈ ഏരിയയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞത്, ഇതിനിപ്പോൾ എപ്പോഴും പറഞ്ഞ കാര്യമില്ല. ഡോജി വന്നു, ഈ ഡോജിക്ക് താഴെയാണ് ഈ ഡോജി ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ടൊരു ബെയറിഷ് സെറ്റപ്പാണ് മാർക്കറ്റിൽ ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഏതായാലും അതുപോലെ നമുക്ക് വാദത്തിനൊന്നുമില്ല. നമ്മളിപ്പോൾ മാർക്കറ്റാണ്, നമുക്ക് ആർക്കും നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ എല്ലാം കൃത്യമായിട്ട് പ്രവചിക്കാനെന്ന്. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ പോയിന്റ് എന്ന് പറയുന്നത് ഒരു കൃത്യമായ ഒരു സപ്പോർട്ട് ലെവലാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഈ ഏരിയയിൽ മാർക്കറ്റ് വന്നു, ഇതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ഗ്യാപ്പ് അപ്പിലാണ് ഈ മാർക്കറ്റ് പോയേക്കുന്നത്. തിരിച്ച് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, വീണ്ടും മേലോട്ട് പോയി, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് ബ്രേക്ക് ചെയ്ത് താഴെ പോയി, വീണ്ടും തിരിച്ച് വന്ന് ഈ പോയിന്റിലെത്തിയതിന് ശേഷം ഗ്യാപ്പ് അപ്പിലോട്ട് മാർക്കറ്റ് തിരിച്ചു പോയി, വീണ്ടും തിരിച്ച് ആടിക്കളിച്ച് വീണ്ടും ഇവിടെ വന്ന് പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്, അല്ലേ? വീണ്ടും തിരിച്ചു പോയി, വീണ്ടും ഇവിടെ വന്നു, വീണ്ടും പോയിട്ട് വീണ്ടും തിരിച്ച് ഈ വഴി ഇവിടെ വന്നേക്കുകയാണ്. അപ്പം നാളെ നമുക്ക് ഈ പറയുന്ന ഈ ലെവൽ, ഇവിടെ ഇത് റേഞ്ചാണ്. നമ്മൾ ഒറ്റ വരയൊന്നും വരയ്ക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഒരു റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് നിൽക്കുന്നുണ്ടോ നോക്കുക. ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഈ റിവേഴ്സ് ചെയ്ത് നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഇതിന് മുകളിൽ തന്നെ ക്ലോസ് ചെയ്യുമോ, അല്ല ഈ ക്യാൻഡിലിൻ്റെ ഈ ഡേ ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസിങ് കിട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, അറിയത്തില്ല, പ്രതീക്ഷയാണല്ലോ നമ്മളുടെ എല്ലാം. പ്രതീക്ഷിക്കുന്ന മുതൽ മുടക്കൊന്നും ഇല്ലല്ലോ. വേണ്ട ഇതുപോലൊരു ക്യാൻഡിൽ ഉണ്ടാകും എന്നാണ് ഞാൻ ഇതുപോലൊരു ക്യാൻഡിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ദിവസങ്ങളിൽ പിന്നെ ഒരു ബജറ്റ് റാലിയാണ്, തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ TCSൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. ഈ TCSൻ്റെ റിസൾട്ട് വരുമ്പം ഈ റിസൾട്ട് നല്ല റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്കി IT സെക്ടർ എല്ലാം പറക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റാലി കാണാം എന്ന് ഒരു വിശ്വാസമാണ്, സാധ്യതയാണ് ഞാൻ പറയുന്നത്. 100% ഉറപ്പല്ല, ആർക്കുമില്ല. ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു കാര്യത്തിനും ദൈവം തമ്പുരാനല്ലാതെ വേറെ ആർക്കും 100% ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സാധ്യതകളെ പറ്റി സംസാരിക്കുന്നു. നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളാണ് ട്രേഡ് ചെയ്ത്, നിങ്ങൾക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലെവലുകളും കൃത്യമായ മാനദണ്ഡങ്ങളും പാലിച്ച് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമുക്കിനി ഇപ്പോൾ ഇതിൻ്റെ കഥ കഴിഞ്ഞ് നമുക്ക് വിട്ടേക്കാം. ഇനി നമുക്ക് സമയം പോകാറിയാം, സൗകര്യമുള്ളവർ കേൾക്കുക, സമയമുള്ളവർ കേൾക്കുക, പഠിക്കേണ്ടവർ കേൾക്കുക, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരോടും ഞാനത് പലരും ക്ലാസ്സിൻ്റെ കാര്യം വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരിക. വന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലെ ഓൾമോസ്റ്റ് ഫില്ലായി, അത് ഇനി കുറച്ച് സീറ്റ്സും കൂടെ ഉള്ളൂ. ഞാൻ ഒരു മനുഷ്യനെയും വിളിക്കാനും പറയാനും നിർബന്ധിക്കാനും ഒന്നും പോകത്തില്ല. താല്പര്യമുള്ളവർ വരിക, പങ്കെടുക്കുക, അത് പഠിക്കേണ്ട ആഗ്രഹമുള്ളവർ വരിക, അത്ര മാത്രമേ ഉള്ളൂ, അല്ലേ? നമുക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഓക്കെ, അത് പോട്ടെ. അപ്പം ഇനി നമുക്ക് ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കാം. ഹെവി വെയിറ്റേജ് സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനകത്തിൽ നമ്മളുടെ റിലയൻസിനെ നോക്കാം. റിലയൻസ് ഇന്നലെ മാർക്കറ്റ് അത്രയും പൊട്ടിയിട്ടും ഒരു തരുമ്പ് പോലും റിലയൻസ് അനങ്ങിയില്ല. നമുക്ക് ഡേയിലോട്ട് മാറി നോക്കാം. റിലയൻസ് ഒരു തരുമ്പ് പോലും മാറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, റിലയൻസിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ് ഈ സാധനം. 1459 എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടാണ്. ഇവിടുന്ന് മാർക്കറ്റ് റാലി ചെയ്ത് ചരിത്രമാണുള്ളത്. ഇപ്പോൾ വീണ്ടും തിരിച്ച് അതേ പൊസിഷനിലേക്ക് വന്നേക്കുവാണ്. ഇപ്പം ഈ പറയുന്ന വെനസ്വേലൻ ഓയിൽ വാങ്ങിക്കാൻ US സമ്മതിക്കും എന്നുള്ളതാണ് നിലവിലത്തെ ന്യൂസ് അനുസരിച്ച്. US സമ്മതിക്കും എന്നുള്ളതാണ്. അങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല രീതിയിലൊരു അപ്സൈഡ് കിട്ടും. ഇവിടുന്ന് റിലയൻസ് ഈ വീണ പോലെ തന്നെ തിരിച്ച് പറക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഓക്കെ, ഇതാണ് റിലയൻസിനകത്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ 1450, കാരണം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഇത്രയും പൊട്ടിയിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല. റിലയൻസ് ഇവിടുന്ന് ഒരു തരുമ്പ് പോലും അനങ്ങിയിട്ടില്ല.
മാർക്കറ്റ് തിരിച്ച്, അപ്പോൾ ഇതൊരു സിഗ്നലാണ്, തിരിച്ച് കയറാനുള്ള ഒരു സിഗ്നലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ 1459 താഴെ മാർക്കറ്റ് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ദിവസം എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. അടുത്തത് നമുക്ക് പറയാനുള്ളത് HDFC ആണ്. HDFC ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം എൻ്റെ കണക്കുകൂട്ടലിൽ നല്ലൊരു ബോട്ടം കഴിഞ്ഞു കൃത്യമായി. നോക്കിക്കേ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ എല്ലാം എന്താ സെറ്റാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ എല്ലാം സെറ്റാണ്. ഓക്കെ, മാർക്കറ്റ് കറക്റ്റ് 939 നമ്മുടെ ലൈനാണ്. 939 നമ്മുടെ ലൈനാണ്. ആ 939 940 ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ നമ്മുടെ ഈ ലൈനിലാണ് വന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് തിരിച്ചു കയറാനുള്ളൊരു സാധ്യത ഇവിടെയും ഉണ്ട്. ഇത് പൊട്ടി ഇവിടെ താഴെ ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫർദറായിട്ട് കാണണം. പക്ഷെങ്കിൽ ഇവരുടെ ബിസിനസ് ഇതിൻ്റെ പ്രശ്നം പറഞ്ഞാൽ ഇവരുടെ ബിസിനസ് അപ്ഡേറ്റ് വന്നു. ബിസിനസ് അപ്ഡേറ്റിനകത്തിൽ നെഗറ്റീവാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇത്രയും പൊട്ടിയത്. ഇനി റിസൾട്ട് വരുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ ഇനി ഫർദറായിട്ട് പൊട്ടാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി മാർക്കറ്റ് ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു, ഇല്ലേ? ഓൾറെഡി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വരാനൊന്നുമില്ല. ഈ മാർക്കറ്റ് വരുന്ന ഡേറ്റ അംഗീകരിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് 940 ഇവിടുന്ന് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതും ഒരു മേജർ സപ്പോർട്ടാണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഈ ഏരിയയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, കണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുക്കും എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഇവിടെ, കേട്ടോ. ഇത് കഴിഞ്ഞ എത്ര നാൾ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി 4 മാസം കൊണ്ട് കയറിയ കയറ്റമാണ് 4 ദിവസം കൊണ്ട് സാധനം താഴെ വന്നത്. മനസ്സിലായി? 4 മാസം കൊണ്ട് കയറിയത് 4 ദിവസം കൊണ്ട് താഴെ വന്നു. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് ICICIയിൽ നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ്, ഇല്ലേ? ഇവിടുന്ന് ഒരു ഓൾ ടൈം ഹൈയിലെത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇത് വെച്ചിട്ട് ആരാണ്ടൊക്കെ പൊസിഷൻ എടുത്തിട്ടുണ്ട്. പലരും ഞാൻ ആരാന്ന് ഓർക്കുന്നില്ല. പലരും സ്ക്രീൻഷോട്ട് അയച്ചു, സാറേ ഞാൻ ICICIയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഫൈൻ. നമ്മൾ ഈ ഇത്ര ആവർത്തിച്ചത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പല പ്രാവശ്യം ഏരിയയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ആ ഒരു സംഭവം നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരുമ്പോഴും തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു. അത് വെച്ച് നിങ്ങളുടെ രീതിയിൽ ട്രേഡ് എടുത്തു, നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. ഞാൻ എന്താണ് ജസ്റ്റ് ഒരു ചൂണ്ടുപലക മാത്രമാണ്, അല്ലാതെ വേറെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. നമുക്ക് ഒരു ചൂണ്ടുപലകയാണ്. നമ്മളൊരു വഴി കാണിച്ചു തരുന്നു. ഞാൻ എപ്പോഴും പറയുന്നത്, എൻ്റെ ക്ലാസ്സിലും പറയാറുണ്ട്, ഞാനൊരു വഴി കാണിച്ചു തരുന്നു. ഈ വഴിയിൽ കൂടെ നിങ്ങൾ നടന്നു പോകണോ, സൈക്കിളിൽ പോകണോ, സ്കൂട്ടറിൽ പോകണോ, കാറിൽ പോകണോ, എയറോപ്ലെയിനിൽ പോകണോ, നിങ്ങളാണ് തീരുമാനിക്കുക. അത് അവനവൻ്റെ കപ്പാസിറ്റിയാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? നല്ലൊരു വഴി കാണിച്ചു തരുന്നു. ഈ വഴി കൂടെ പോകേണ്ടത് നിങ്ങളാണ്. അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്, ഇല്ലേ? നടന്നു പോകണോ, സൈക്കിളിൽ പോകണോ, കാറിൽ പോകണോ, സ്കൂട്ടറിൽ പോകണോ, ബസ്സിൽ പോകണോ, പ്ലെയിനിൽ പോകണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളൂ. അത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല. ഓക്കെ, അടുത്തത് ബാക്കിയൊന്നും നമ്മൾ നോക്കണ്ട. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഇൻഫിയാണ്. TCSനെയാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടുപേരും ഫ്ലാറ്റായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഇൻഫി 1644 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫർദർ മൂവ് കാണാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടുള്ള ലൈനാണ് 1644. 1644 ബ്രേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവലിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫർദറായിട്ട് 1700, 700, 800 റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, സമയം നിങ്ങളെ കൊല്ലുന്നില്ല. അടുത്തത് നമ്മളുടെ TCS ആണ്. വളരെ ശാന്തമായിട്ട് അണ്ണൻ ഇങ്ങനെ പതുക്കെ വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ കയറി വരുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫർദറായിട്ട് തിരിച്ച് കയറണം എന്നുണ്ടെങ്കിൽ 3360 കടക്കണം. തിങ്കളാഴ്ച റിസൾട്ട് വരുവാണ്. ഒരു പക്ഷേ ഷോർട്ട് കവറിങ്ങുള്ള സാധ്യത ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3360 ക്ലോസ് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നെ മുകളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ 3623 നമുക്ക് കാണാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത്. നിങ്ങൾ കീനായിട്ട് വാച്ച് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത ബാങ്ക് നിഫ്റ്റി ഞാൻ ഇതിനോട് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്ക് നിഫ്റ്റി ഞാൻ ഓൾറെഡി നേരത്തെ നമ്മളൊരു ഡേ ക്യാൻഡിലിൽ നമ്മൾ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് ആ ട്രെൻഡ് ലൈൻ ഇതുവരെയായിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ആ ഏരിയയിൽ പോയിട്ട് വീണ്ടും മാർക്കറ്റ് തിരിച്ചു വന്നേക്കാണ്. അപ്പോൾ 5 മിനിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 59,239. വേറെ ഒന്നും പറയാനില്ല. പറയേണ്ട കാര്യമില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ലെവലുകളെല്ലാം കൃത്യമായി നിങ്ങളുടെ മുന്നിലുണ്ട്. ഇത് പൊട്ടിയാൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം നേരെ താഴെ നെക്സ്റ്റ് ലെവല് ഇല്ല. ഇത് സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 621, 60,000 വരെയൊക്കെ പോകാനുള്ള സാധ്യത നമുക്കുണ്ട്. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ലെവലുകൾ വാച്ച് ചെയ്യുക. ഈ ലെവലിനകത്തൊന്നും ഒരു മാറ്റം വരുത്താനില്ല. അടുത്ത് നമുക്ക് സംസാരിക്കാനുള്ളത് മുഴുവൻ നമുക്ക് ഇനി നമ്മളുടെ ഫേവറേറ്റ് സാധനം, എൻ്റെ സ്വന്തം നൻപനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ മിഡ് ക്യാപ്പ്. ഓക്കെ, മിഡ് ക്യാപ്പ് നല്ല രീതിയിൽ 2 ദിവസം കൊണ്ട് ഏകദേശം 10-400 പോയിന്റ് പൊട്ടി. ഈ 14,100 റേഞ്ചിൽ നിന്ന് 13,683 റേഞ്ചിലോട്ട്, 650 റേഞ്ചിലോട്ട് വന്നു. ഏകദേശം 450 പോയിന്റ് അണ്ണം പൊട്ടി. 450 പോയിന്റ് പൊട്ടി. പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഡ് ക്യാപ്പ് ഇവിടുന്ന് ഒരു റിക്കവറി സൈൻ തന്നു കഴിഞ്ഞാൽ ഇത് വന്ന് നിൽക്കുന്നത് 14,000 തന്നെ വന്ന് നിൽക്കും. ഒരു സംശയവുമില്ല. വലിയ സമയമൊന്നും വേണ്ട. മാക്സിമം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഈ സാധനം, ഈ വീണ സാധനം കയറാൻ വെറും 2 ദിവസം മതി. വെറും 2 ദിവസം. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ, എല്ലാം ശുഭകരമാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് ഇവിടുന്ന് തിരിച്ചു കയറാൻ 2 ദിവസം മതി. 14,000 മുകളിലെത്തും. സ്റ്റോപ്പ് ലോസ് നമ്മുടെ 13,587 ആയിരിക്കും ഇതിൻ്റെ ഒരു മേജർ സപ്പോർട്ട്. ഇത് പൊട്ടിപ്പോയാൽ പിന്നെ നമ്മൾ നോക്കണ്ട, വിട്ടേക്കണം. ഓക്കെ, 13,587 ആയിരിക്കും നമ്മുടെ മെയിൻ സപ്പോർട്ട്. ഇതിന് താഴെ പോകുന്നുണ്ട് നോക്കുക. ഇതിന് താഴെ റിക്കവറി സൈൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു അപ്സൈഡ് ഉള്ളൂ. അതുകൊണ്ട് ഈ 587 എന്ന് പറഞ്ഞ ലെവലിൽ നമ്മൾ മറന്നു പോകരുത്. ഈ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റാലി. കാരണം എന്താ പറയുക, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോഫോർജ്, അതിൽ ഏറ്റവും വലിയ താരം കോഫോർജ് ആണ്. കോഫോർജ് ഏറ്റവും ലോ ലെവലിൽ, സപ്പോർട്ട് ലെവലിൽ നിൽക്കുകയാണ്. ഓക്കെ, IT-യിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ ആണെന്നുണ്ടെങ്കിൽ കോഫോർജ് പറക്കും. അതുപോലെ തന്നെ ഡിക്സൺ മാക്സിമം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്രോക്കർ പറഞ്ഞത് 11,500 ആണ് ഇതിൻ്റെ മാക്സിമം ലോ ലെവൽ പറഞ്ഞു. അത് വന്ന് തട്ടി റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് ഏകദേശം 12,000 റേഞ്ചിലോട്ട് വന്ന് നിൽക്കുകയാണ് ഡിക്സൺ. നിങ്ങൾ ഈ പിന്നെ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം, 12,000 റേഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഈവൻ ഇത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡിക്സണൊക്കെ റാലി ചെയ്യുന്ന ഡെയിലി 500 പോയിൻ്റൊക്കെ ഒരു വിഷയമുള്ള കാര്യമല്ല. 500 പോയിൻ്റ് ഒന്നും ഡിക്സണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഡിക്സണിൽ കണ്ടറിയണം. പിന്നെ നമ്മുടെ പറയാനുള്ളത് BSE ആണ്. BSE ഈ പറയുന്ന പോലെ തന്നെ ഒരു ബെയറിഷ് മോഡിലാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ തിരിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട് BSE. ഓക്കെ, അപ്പം ഏതെങ്കിലും രീതിയിൽ പോസിറ്റീവ് ട്രിഗർ വന്നു കഴിഞ്ഞാൽ BSE ഇതുപോലെ തന്നെ തിരിച്ചു കയറും. പെട്ടെന്ന് തന്നെ 2,800-900 റേഞ്ചിലേക്ക് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 2,800-900 റേഞ്ചിലേക്ക് പെട്ടെന്ന് തന്നെ BSE എത്തും. ഇപ്പം BSE നിൽക്കുന്നത് 2,675 പോയിന്റിലാണ് നിൽക്കുന്നത്, 675 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇത് കടക്കും. 2,737 പെട്ടെന്ന് തന്നെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഹൈ ആണ്. ഓക്കെ, BSE നിങ്ങളത് കൂടെ ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് വെച്ചേക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാൻ ഇപ്പോൾ തന്നെ സമയം ഒത്തിരി പോയി. എങ്കിലും പഠിക്കേണ്ട കാര്യമായിട്ട് ഇതൊക്കെ പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പഠിക്കാൻ സമയം കണ്ടെത്തുക. പഠിത്തമല്ലാതെ വേറെ യാതൊരു മാർഗവും സ്റ്റോക്ക് മാർക്കറ്റിൽ രക്ഷപ്പെടാനില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് പഠിക്കുക. ഓക്കെ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. രക്ഷപ്പെടാൻ അതേ ഉള്ളൂ മാർഗം. ഓക്കെ, അപ്പം എല്ലാവർക്കും തിങ്കളാഴ്ച ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പം എല്ലാവർക്കും താങ്ക് യു.